ദീർഘിച്ച് പറയാൻ സമയം ഉണ്ടാക്കുന്നതുകൊണ്ട് മറക്കത്തിന് വേണ്ടി ഫാത്തിമ ബീവിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ മഹാനായ ശേഖരയുടെ വാക്ക് നമ്മൾ തള്ളാതെ കൊള്ളുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സമാധാനവും റൂഹിനൊരു പരിശുദ്ധത കിട്ടുക എന്ന് മനസ്സിലാക്കി വലിയ വലിയ വിവരമുള്ള ആലിമീങ്ങളുടെ മുന്നിൽ എണീറ്റ് നിന്ന് ഈ വിവരം പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് വിവരമുള്ളത് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. വിവരം കിട്ടണമെന്ന് കരുതിയിട്ടാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സീദത്ത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ അവിടുത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, മുത്തുനബി ഫാത്തിമ, എനിക്ക് ഫാത്തിമ എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ് എന്ന് അറിയോ, ഇതിന്റെ കാരണം അറിയോ എന്ന് ചോദിച്ചു. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു എന്ന് പറയാണ്, ഫാത്തിമക്ക് ഈ പേരിട്ടതിന്റെ കാരണം ഞാൻ നടക്കുന്ന ഇരിക്കുമ്പോ ഫാത്തിമയെ പറ്റി പറഞ്ഞില്ല. അലി റളിയല്ലാഹു എന്ന് ചോദിക്കാറ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് അതിന്റെ കാരണം, അത് എനിക്കൊന്നും അറിയണം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ മറുപടി കൊടുക്കുന്നത്, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഖദ് ഫതമഹാ വദുരിയതഹ അനിൻ നാരി യൗമിൽ ഖിയാമ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൽ അവരെയും മക്കളെയും അല്ലാഹു നരകത്തെ തൊട്ട് കാത്തിട്ടുണ്ട് എന്നുള്ളതിൽ ആ അർത്ഥം വരുന്ന ഫാത്തിമ എന്നുള്ളത് കൊടുത്തതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശൈഖുനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അറിയാം, ശൈഖുനയുടെ വായിൽ നിന്ന് വരുന്ന ഒരു ബൈത്താണ്, ലി ഖംസത്തുൻ നുത്ഫി ബിഹാ ഹർറം വബാ അൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തദ വബനാഹുമാ വൽ ഫാത്തിമ. എപ്പോഴും ഏത് സമയത്തും ഏത് കാര്യത്തിന് നമുക്ക് ഉപദേശം തരുമ്പോഴും എപ്പോഴും പാടാറുള്ള, തുടക്കത്തിൽ പാടാറുള്ള ഒരു പാട്ടാണ്, ലി ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറം വബാ അൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തദ വബനാഹുമാ വൽ ഫാത്തിമ. ഞങ്ങൾക്ക് ഞങ്ങളെ വിഷമഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ, സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, പിടിക്കാൻ ഞങ്ങൾക്കൊരു പിടിവള്ളിയുണ്ട്, പിടിവയറുണ്ട്, പിടിക്കയറുണ്ട്. ഞങ്ങൾക്കുണ്ട് ഈ ഹംസത്തുൻ 5 ആളുകൾ. അതേതാ? ഹബീബ് റസൂലുള്ളാഹി, അവിടുത്തെ പുന്നാരമോള് ഫാത്തിമത്ത് റളിയല്ലാഹു, അവിടുത്തെ മരുമകൻ അലി റളിയല്ലാഹു, അവിടുത്തെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ